നമസ്കാരം ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം. ഇന്ന് ഡോക്ടർ ക്യൂവിൽ നമ്മൾ സംസാരിക്കുന്നത് ദന്തരോഗങ്ങളെയും അതിനുള്ള ചികിത്സാ രീതികളെയും കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനായി ഇന്ന് തിരുവനന്തപുരം ഡോക്ടർ കാശി സൂപ്പർ സ്പെഷ്യാലിറ്റി ദന്തൽ സെന്ററിലെ ഡോക്ടർ കാശി വിശ്വനാഥൻ നമ്മോടൊപ്പം ഉണ്ട്. ഡോക്ടർ സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. ഡോക്ടർ, ഇന്ന് പണ്ടുകാലത്ത് ദന്തരോഗങ്ങൾ വലിയ തോതിൽ ഉണ്ടായിരുന്നില്ല, ചെറിയ തോതിൽ പല്ല് അടപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നെങ്കിൽ ഇന്ന് വ്യാപകമായ രീതിയിൽ ദന്തരോഗങ്ങൾ വ്യാപിച്ചു വരികയാണ്. നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണോ ഇതിന്റെ പ്രധാന കാരണം? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ജീവിതശൈലി ഇത് തന്നെയാണ് ഏറ്റവും ഫാസ്റ്റ് ഫുഡ്, ചോക്ലേറ്റ്സ്, ഐസ്ക്രീംസ്. പണ്ടെങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ വീട്ടിൽ പോയി ആഹാരം ഉണ്ടാക്കി കഴിക്കുന്ന ഒരു രീതിയായിരുന്നു. ഇപ്പോഴാണെങ്കിൽ എല്ലാം ഹോട്ടലിലുള്ള ഭക്ഷണവും അമിതമായുള്ള ഐസ്ക്രീംസും പേസ്ട്രീസും എല്ലാം ആണ് കോള പോലത്തെ ആഹാരം. ഇതുവഴി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ക്യാവിറ്റീസ് അഥവാ പല്ലിൽ വരുന്ന പോട്. ഇതാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നല്ല ലോകത്ത് എല്ലായിടത്തും കാണുന്ന ഏറ്റവും കൂടുതൽ ദന്തരോഗം എന്ന് പറയുന്ന ക്യാവിറ്റീസ് തന്നെയാണ്. അല്ലാതെയുണ്ട് ലൈക്ക് മോണരോഗങ്ങളുണ്ട്, ഓറൽ ക്യാൻസർ, നിരതെറ്റിയ പല്ലുകൾ, ഒരുപാട് ദന്തരോഗങ്ങൾ. ഏറ്റവും കൂടുതൽ വരുന്ന ക്യാവിറ്റി തന്നെ. ഡോക്ടർ, ഈ ക്യാവിറ്റി എന്താണ്? വെറും അണുബാധ മാത്രമാണോ പല്ലിനെ? ക്യാവിറ്റി എന്ന് പറയുന്ന ഒരുപാട് പേരുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ പോടെന്ന് പറയുന്ന വലിയൊരു കുഴി, അതിൻ്റെ അകത്ത് ആഹാരം കയറിയിരിക്കുക, അതാണ് പോടായിട്ട് കൺസിഡർ ചെയ്യണം. അതല്ല അതിൻ്റെ സംഭവം. ഒരു ക്യാവിറ്റി വലുതാവണമെങ്കിൽ ഒരു 6 മാസം തൊട്ട് 1 ഇയർ വരെ ആകും ഒരു വലിയ ക്യാവിറ്റി ആവണമെങ്കിൽ. അപ്പോൾ എന്താണ് പറ്റുന്നത് വെച്ചാൽ ഒരു കറുത്ത കുത്തായിട്ടാണ് പല്ലിൻ്റെ മോൾ സർഫസിൽ നിന്ന് വരുന്നത്. അത് എവിടെ വേണമെങ്കിലും വരാം, പല്ലിൻ്റെ ഇടയിൽ നിന്ന് വരാം, പല്ലിൻ്റെ മോൾ വശത്തു നിന്ന് വരാം. ആദ്യം ഇനാമൽ. അപ്പോൾ അതിനു മുമ്പേ ഞാൻ പറയുകയാണ് അതിൻ്റെ പല്ലിൻ്റെ ഘടനയെ പറ്റി അറിയുക. ആദ്യത്തെ സർഫസ് ഇനാമൽ എന്ന് പറയും, സെക്കൻഡ് ലെയർ ഡെൻറ്റിൻ എന്ന് പറയും, തേർഡ് ലെയർ പൾപ്പ് എന്ന് പറയും. അപ്പോൾ 3 ലെയറാണ് നമുക്കൊരു പല്ലിൻ്റെ ഘടനയിലുണ്ട്, ക്രോസ് സെക്ഷനിലുള്ള. ക്യാവിറ്റി ആദ്യം ഇനാമലിൽ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ഡെൻറ്റീനിൽ വരും. അപ്പോൾ ചെറിയ പുളിപ്പ് തോന്നും, വേദനയൊന്നും കാണത്തില്ല തുടക്കത്തിൽ. ഇതൊരു കറുത്ത കുത്തായിട്ട് മാത്രമായിരിക്കും കാണും. അപ്പം നമുക്കൊരു ഒരു ഇൻഡിവിജ്വലിനെ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെന്നും ഇല്ല. അപ്പം ഈ സമയത്ത് നമുക്ക് സാധാരണ രീതിയിൽ പല്ലടയ്ക്കാൻ പറ്റും. പക്ഷേ ഒരുപക്ഷെ തേർഡ് ലെയർ പൾപ്പിലോട്ട് എത്തുമ്പം അതൊരു ഇൻഫെക്ഷനായി മാറാം. ആ സമയത്ത് നമുക്ക് സാധാരണ രീതിയിൽ പല്ലടയ്ക്കാൻ പറ്റില്ല എന്നും വരാം. ശരി, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ 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 ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഇത് കുമാറാണ്. ശരി കുമാർ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ കുമാർ. സാറേ, ഇതുപോലെ എന്റെ ഈ പല്ലിന്ന് എന്റെ ബ്ലഡ് വരണുണ്ട്. ഓക്കെ, ബ്ലഡ് ബ്രഷ് ചെയ്യുമ്പോഴാണോ വരുന്നത്, സാധാരണ ഇരിക്കുമ്പോഴാണോ വരുന്നത്? അല്ല, ഇതിപ്പം ഏറ്റവും കൂടുതൽ രാത്രിയാണ് പറഞ്ഞത്. ആ പല്ലി തൊട്ട് കഴിഞ്ഞാൽ അവിടുന്ന് ബ്ലഡ് വരും. അതെ. എത്ര വയസ്സുണ്ട് കുമാറിന്? 44. ഡയബറ്റീസ് ഉണ്ടോ? ഷുഗറിന്റെ കംപ്ലൈന്റ് ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ ഇതിൽ മെയിൻ വരാനുള്ള കാര്യം വെച്ചാൽ മോണരോഗത്തിന്റെ ആദ്യത്തെ ലക്ഷണമാണ് പല്ലിൽ നിന്ന് വരുന്ന ബ്ലീഡിങ് അല്ലെങ്കിൽ രക്തസ്രാവം എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യണം? എല്ലാ 6 മാസത്തിൽ ഒരിക്കലും ഡെന്റിസ്റ്റിനെ കൊണ്ട് റെഗുലറായിട്ട് ക്ലീൻ ചെയ്യിപ്പിക്കുക. പ്ലാക്ക് അഥവാ കാൽക്കുലസ് പല്ലിന് ചുറ്റും ഇരിക്കുമ്പോൾ അത് മോണയെ ഇൻഫെക്ഷൻ ആക്കി അങ്ങനെയാണ് രക്തസ്രാവം വരുന്നത്. അപ്പൊ ഒരു ഡെന്റിസ്റ്റിനെ കാണുവാണെങ്കിൽ റെഗുലറായിട്ട് ഇപ്പൊ പിന്നെ മോണരോഗത്തിന്റെ ഇന്റൻസിറ്റി ഒരു പെരിഡോണ്ടിസ്റ്റ് എന്ന് പറയും, മോണരോഗത്തിന്റെ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചാൽ അവര് കണ്ടിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി തരും. അത് ഉറപ്പായിട്ടും മോണരോഗത്തിന്റെ ആദ്യത്തെ ലക്ഷണമാണ്. അതിന്റെ സിവിയറിറ്റി നമുക്ക് ഒരു പെരിഡോണ്ടിസ്റ്റിനെ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും അറിയാൻ പറ്റുന്നതാണ്. ശരി ഡോക്ടർ, നമുക്ക് ഒരു കോൾ കൂടിയുണ്ട്. ഹലോ 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 ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ദന്തരോഗത്തിനെ പറ്റി അറിയാനാണ്. ശരി, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ മാം. സാർ, മോണന്റെ ലാസ്റ്റില് പല്ലില്ലാതെ അവിടെ വായി വാസന വരുന്നുണ്ട്. കേട്ടില്ല, ഒന്നും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയാമോ? മോണന്റെ ലാസ്റ്റില് വാസന വരുന്നുണ്ട്. വായ്നാറ്റം എന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, വായ്നാറ്റൊന്നല്ല, അതിന്റെ ലാസ്റ്റിലൊരു വാസന മാതിരി വരുന്നുണ്ട്. കേൾക്കുന്നില്ല. എനിക്ക് തോന്നുന്നു പല്ലിൽ മാത്രമാണ് സ്മെല്ലുള്ളത്. മോണയിന്ന് അതാണ് വായുനാറ്റം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ചാൽ അത് മോണയിന്ന് വരാം, അല്ലെങ്കിൽ പല്ലിലെ ക്യാവിറ്റി ഉണ്ടെങ്കിൽ വരാം. ഇത് രണ്ടിലാണ്. അടച്ചതാണ്. അടച്ചിട്ടാണോ ഇത് വരുന്നത്? അല്ല, ലാസ്റ്റ് മോണന്റെ ലാസ്റ്റിൽ പല്ലില്ലാത്ത ഭാഗത്ത് മോണ മാത്രമേ. മോണ മാത്രം. അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്നൊരു ഡെന്റിസ്റ്റിനെ കാണുവാണെങ്കിൽ അത് പറഞ്ഞു തരും. എന്തെങ്കിലും പല്ലിന്റെ ഇടയിൽ ക്യാവിറ്റീസ് വരുവാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തരും. ഡെന്റിസ്റ്റിനെ കാണിക്കൂ, എന്താണ് അതിനുള്ള റീസൺ എന്ന് കണ്ടുപിടിക്കണം. പലതരം റീസൺസ് ആണ് വരുന്നത്. മോണരോഗം ഉള്ളവർക്ക് ഡെഫിനറ്റ്ലി ഈ വായുനാറ്റം വരും. പല്ലിലെ പോട് വരുവാണെങ്കിൽ വായുനാറ്റം വരും. പല്ലിന്റെ ഇടയിൽ ആഹാരം കയറിയിരിക്കുകയാണെങ്കിൽ വായുനാറ്റം വരും. അപ്പൊ ഇത് വായുനാറ്റത്തിന് പലതരം റീസൺ ഉണ്ട്. അത് ഏതാണെന്നുള്ളത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. ശരി ഡോക്ടർ, നമ്മളിപ്പോൾ ക്യാവിറ്റീസിനെ കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ വ്യാപകമായിട്ട് അതിനുള്ള ഒരു ട്രീറ്റ്മെന്റ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്. എന്താണ് ശരിക്കും റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്? നമ്മൾ പറഞ്ഞ പോലെ ഈ 2 ഇനാമലും ഡെന്റിനും പൾപ്പിലെത്തുമ്പോഴാണ് നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്.
റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എടുത്തു കളയണ പല്ലിനെ സേവ് ചെയ്യണ ട്രീറ്റ്മെന്റ് പേരാണ് റൂട്ട് കനാൽ. പണ്ടത്തെ കാലത്തല്ല ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പല്ല് വേദന വന്ന ഉടൻ പല്ലങ്ങ് എടുത്തു കളയും. ഇപ്പം നമ്മൾ ആ പല്ലിനെ തന്നെ സേവ് ചെയ്യാൻ നോക്കും. കാരണം ആ പല്ലിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ ആരോഗ്യത്തിനും കടിച്ച് കഴിക്കാനായിട്ടും ഭംഗിക്കും എല്ലാം വേണ്ടിയാണ് നമുക്കൊരു പല്ല് വേണ്ടത്. അപ്പം നമ്മൾ എന്താണ് റൂട്ട് കനാൽ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇൻഫെക്റ്റഡ് പൾപ്പിനെ നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് വെച്ച് മാറ്റിയതിന് ശേഷം അവിടെ ക്ലീൻ ചെയ്തതിന് ശേഷം വേരിലാണ് ഈ ട്രീറ്റ്മെന്റ് നടക്കുന്നത്. പല്ലിന്റെ മോൾ വശത്തല്ല. നമ്മൾ പല്ലടയ്ക്കുന്നതെന്ന് വെച്ചാൽ പല്ലിന്റെ മോൾ ഭാഗത്താണ്, ഇനാമലും ഡെന്റിനും. ഇത് പല്ലിന്റെ വേരിലാണ് നമ്മളെ ഫില്ലിംഗ് നടക്കുന്നത്. അതാണ് റൂട്ടിന്റെ കനാലിലുള്ള ഫില്ലിംഗ് എന്ന് പറയുന്നത്. ഇതൊരു സർജിക്കൽ പ്രൊസീജിയേഴ്സോ ഒന്നുമല്ല. ഇത് സാധാരണ രീതിയിൽ നമുക്ക് 1, 2, 3 സിറ്റിംഗിൽ തന്നെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ശരി ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് അഷ്റഫ്. ശരി അഷ്റഫ്, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ അഷ്റഫ്. ഡോക്ടർ, ഞാൻ പുകവലിച്ചിരുന്ന ആളാണ്. ഓക്കെ. എന്റെ പല്ലില് ഒത്തിരി കറകള് എന്തെങ്കിലും അതിനെ പുറ്റുപോലെ ഇങ്ങനെ ഉണ്ട് ചുറ്റും. അപ്പൊ അത് നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് എന്തെങ്കിലും പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടാവും? വരത്തില്ല. നമുക്ക് ഈ സ്മോക്കിംഗ് ആദ്യം ക്വിറ്റ് ചെയ്യാനായിട്ട് സ്മോക്കിംഗ് കാരണം മോണരോഗവും സ്റ്റെയിൻ എന്ന് പറയുന്ന ഒരു കോസ്മെറ്റിക് റീസൺ മാത്രമാണ്, ഭംഗിയിലുള്ള പ്രശ്നമാണ് വരുന്നത്. സ്മോക്കിംഗ് കാരണം പല കാരണങ്ങളാണ് വരാം. മോണരോഗം വരാം, ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ വരാം. പക്ഷേ സ്മോക്കിങ്ങിന്റെ സ്റ്റെയിൻ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ഒരു ക്ലീനിങ് ചെയ്യുന്ന വഴി മാറ്റാൻ പറ്റും. ക്ലീനിങ് ഇതിനു വേണ്ടി മാത്രമല്ല ചെയ്യേണ്ടത്. നമ്മൾ 6 മാസത്തെ ഒരിക്കൽ നമ്മൾ ഒരു ഡെന്റിസ്റ്റിനെ കൊണ്ട് ക്ലീൻ ചെയ്യണം. അത് പല്ലിന്റെ ആ ഭംഗി കിട്ടാൻ വേണ്ടിയല്ല, മോണരോഗം തടയാനും ക്യാവിറ്റി വരുന്നത് തടയാനും അത് സഹായിക്കും. തീർച്ചയായും ഡോക്ടർ, നമ്മൾ ക്യാവിറ്റീസും ഒപ്പം റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിനെ കുറിച്ച് സംസാരിച്ചു. ഇത് പൾപ്പിൽ ഈ ഇൻഫെക്ഷൻ കടന്നാൽ മാത്രമേ ഈ ഒരു റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് വേണ്ടി? തീർച്ചയായിട്ടും. കാരണം ഇനാമലും ഡെന്റിലും മാത്രമാണ് ഈ ക്യാവിറ്റി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ അടയ്ക്കാൻ പറ്റുന്നതാണ്. പല്ലിന്റെ 3ാമത്തെ ലെയർ എന്ന് പറയുന്നത് പൾപ്പിലെ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളൂ. ചിലവർക്ക് ഒരു കാര്യം, നമുക്ക് ക്യാവിറ്റി 2 രീതിയിലുണ്ട്. ഒന്ന് അക്യൂട്ട് ക്യാവിറ്റി, ഒന്ന് ക്രോണിക് ക്യാവിറ്റി. അക്യൂട്ട് ക്യാവിറ്റി പേഷ്യന്റ് ഈ പൾപ്പിൽ വരുമ്പോൾ തന്നെ വളരെയധികം വേദന എത്തും. ക്രോണിക്കിലാണ് വേദന എത്താറില്ല. പല്ല് ദ്രവിച്ച് പോകും, ഇല്ലാതാവും. പക്ഷെ പേഷ്യന്റ് വരത്തില്ല. എന്തെങ്കിലും ഒരു നാളത്തെ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് നമ്മുടെ അടുത്ത് എത്തുന്നത്. അപ്പം റൂട്ട് കനാൽ ചെയ്യാൻ പറഞ്ഞാൽ തന്നെ നമുക്ക് പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. കാരണം വെച്ചാൽ പല്ലിന്റെ ഒരുപാട് സ്ട്രക്ചർ ദ്രവിച്ചു പോയിരിക്കും ആ സമയത്ത്. അപ്പൊ എപ്പോഴും പൾപ്പിൽ വരുമ്പോൾ മാത്രമാണ് നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. നമുക്ക് ഒരു കോൾ കൂടിയുണ്ട്. ഹലോ 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 ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഞാൻ സുബൈർ എന്ന് പറയും. പറഞ്ഞോളൂ സുബൈർ, കേൾക്കാം. എനിക്ക് എന്റെ മകള് പല്ല് കമ്പി ഇടാൻ ഞാൻ ഡോക്ടറെ കാണിച്ചാരോ പറഞ്ഞ് 2 പല്ല് എടുക്കണോ എന്നിട്ടാ കമ്പി ഇടാൻ പറ്റുമെന്നില്ല. അധികം ഒന്തിയിട്ടൊന്നുമില്ല, പക്ഷെ 12ാമത്തെ വയസ്സാണ്. അത് ഇപ്പം തന്നെ ചെയ്യണം. എന്താണ് അതിനെ പറ്റുമെന്ന് അറിയാം. നമ്മള് ഒരു ബ്രേസസ് ഇടേണ്ട ഒരു സമയം എന്ന് വെച്ചാൽ പാൽപ്പല്ല് പോയി കഴിഞ്ഞ് പെർമനന്റ് ടൂത്ത് പൂർണ്ണമായിട്ട് കിളിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ബ്രേസസ് അല്ല കമ്പി ഇടുന്നു എന്ന് പറയുന്നത്. അത് ഒരു 12-13 വയസ്സാകുമ്പോൾ പാൽപ്പല്ലെല്ലാം പോയി പെർമനന്റ് ടൂത്ത് കിളിച്ചിരിക്കും. പിന്നെ ആ സമയത്ത് തന്നെ തുടങ്ങാം. ഒരു ഡെന്റിസ്റ്റിനെ, ഓർത്തഡോണ്ടിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ആണ്, ഓർത്തഡോണ്ടിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അവരത് കറക്റ്റ് കാര്യം പറഞ്ഞു തരും. പിന്നെ പല്ലെടുക്കുന്ന കാര്യം, അത് പല്ലെടുക്കുന്ന കാര്യം നമ്മൾ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം പൊങ്ങിയിരിക്കുന്നതനുസരിച്ചിരിക്കും. അതിന് നമ്മളൊരു മോഡൽ അനാലിസിസ്, എക്സ്റേസ് എല്ലാം എടുക്കും. എത്രത്തോളം ഉള്ളിൽ പോകണമെന്നനുസരിച്ചാണ് പല്ലെടുക്കുന്നത്. ഇപ്പൊ ഒരുപാട് ഉന്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പല്ലെടുക്കാതെ തന്നെ ട്രീറ്റ്മെന്റ്. ഒരുപാട് ഉന്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പല്ലെടുത്തതിന് ശേഷമേ അകത്തോട്ട് വലിക്കാൻ പറ്റൂ. അതാണ് ഡെന്റിസ്റ്റ് പറയുന്നത്, പല്ലെടുത്തതിന് ശേഷം മാത്രം ബ്രേസസ് ഇടാൻ പറ്റൂ എന്നുള്ളത്. പക്ഷെ സ്പേസ് ഡോക്ടറാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. കൂടുതലായിട്ട് ഒന്തിയിട്ടില്ല, പക്ഷേ അതെ, അത് നമ്മൾ അനലൈസ് ചെയ്യും. നമുക്കിതിനെല്ലാം മോഡൽ അനാലിസിസ് ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്രത്തോളം കയറി കഴിഞ്ഞാൽ ഭംഗി കിട്ടും, ഇതെല്ലാം ഒരു ഓർത്തഡോണ്ടിസ്റ്റ് എന്ന് പറയും, ഡെന്റിസ്റ്റിന്റെ ഒരു ഡെന്റലിന്റെ സ്പെഷ്യലൈസേഷൻ ആണ്. അവർ തീരുമാനിക്കും. അങ്ങനെയാണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. എനിക്കൊന്ന് ഡോക്ടർ, ഇപ്പോൾ സൗന്ദര്യ സംരക്ഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ചികിത്സാ രീതികളൊക്കെ ഒരുപക്ഷെ ഒട്ടേറെ പേരിൽ വ്യാപകമായി വരുന്നത്. ഇപ്പം ഒരു ചെറിയ തള്ളലുണ്ടെങ്കിലും പോലും, ഒരു നമുക്ക് പണ്ടൊന്നും ചെയ്യാത്ത ഒരു ചെറിയ തള്ളലുണ്ടെങ്കിലും വരും ബ്രേസസ് ഇടാൻ ആളുകൾ വന്ന് നിൽക്കുന്നതാണ്. കാരണം കോസ്മെറ്റിക് ഡെന്റിസ്ട്രി ഒരുപാട് ഇംപ്രൂവ് ചെയ്യുവാണ്. ഒപ്പം ഈ ക്യാപ്പ് ഇടുന്ന പരിപാടി എന്താണെന്ന് നമ്മൾ റൂട്ട് കനാലിനെ പറ്റിയാണ് നേരത്തെ സംസാരിച്ചത്. നമ്മൾ റൂട്ട് കനാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പല്ലിനെ സേവ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് റൂട്ട് കനാൽ. ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് പൂർണ്ണമല്ല. അതിന് ഒരു പല്ലിലെ ഒരു കവർ എന്ന് പറയും, ക്യാപ്പ് അഥവാ ക്രൗൺ എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടെ ഇടും. അത് എന്തിനാണ് നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ പല്ല് ഡെഡ് ആണ്, അതിൻ്റെ അകത്തുള്ള ജലാംശം നഷ്ടപ്പെടുകയും പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്.
അപ്പം നമ്മൾ ഈ ക്രൗൺ ഇടണമെന്ന് വെച്ചാൽ പല്ല് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്രൗൺ അഥവാ ക്യാപ്പ് ഇടണമെന്ന് പറയുന്നത്. അപ്പോൾ റൂട്ട് കനാൽ ചെയ്ത അതേ പേഷ്യന്റ് തന്നെ ക്യാപ്പ് ഇടുകയും ചെയ്യും. ആ റൂട്ട് കനാൽ ചെയ്ത ആ സെയിം പല്ല്, ഇപ്പൊ ഏത് പല്ലാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന അതിനെ നമ്മൾ ക്രൗൺ ഇട്ടിരിക്കണം, എന്നാലേ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് പൂർണ്ണമാവത്തുള്ളൂ. ഒരുപാട് പേര് ചെയ്യുന്ന വെച്ചാൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ വേദന മാറും, പിന്നെ ക്യാപ്പ് ഇടത്തില്ല, പിന്നെ എപ്പോഴാണ് വരുന്നത് വെച്ചാൽ പല്ല് പൊട്ടിച്ചുകൊണ്ട് വരും. ആ സമയത്ത് നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്ത് വേസ്റ്റോ ആവും, പല്ല് എടുത്തു കളയേണ്ട സിറ്റുവേഷനിലും വന്നേക്കാം. ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്താൽ അത് എത്ര വർഷം വരെ നമുക്ക് ആ പല്ല് അതേ രീതിയിൽ വീണ്ടും ഒരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യം വരുമോ ഡോക്ടർ? തീർച്ചയായിട്ടും ഒരു നല്ല ചോദ്യമാണ്. കാരണം റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു 98% സക്സസ് ആണ്. 98%, 100ൽ 90 എന്ന് പറഞ്ഞാൽ വലിയൊരു സക്സസ് ആണ്. ഈ 2% പല കാരണങ്ങളാൽ വരാം. ഒന്ന് ഡെന്റിസ്റ്റിന്റെ കാര്യങ്ങളാൽ വരാം, അല്ലാതെ ഡെന്റിസ്റ്റിന് എന്താണ് പറയുന്നത് വെച്ചാൽ റൂട്ട് കനാൽ ഫില്ലിംഗ് കറക്റ്റ് ആയിരിക്കണം. ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജി അനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാതെ ഇരിക്കുക, ചിലപ്പോൾ കനാൽസ് മിസ്സായി പോവുക, അത് ഡെന്റിസ്റ്റിൻ്റെ ഒരു പ്രശ്നത്തിൽ വരുന്നതാണ്. അല്ലാതെ വരുന്നത് വെച്ചാൽ പല്ലിൻ്റെ ഘടനയിലുള്ള വ്യത്യാസം, ചില കനാൽസ് കാൽസിഫൈഡ് ആവും എന്ന് വെച്ചാൽ പൾപ്പിരിക്കുന്ന ഭാഗം, അപ്പോൾ നമുക്ക് അവിടെ ക്ലീൻ ചെയ്യാതെ ഇരിക്കാൻ പറ്റുക, അങ്ങനെയെല്ലാം വരുവാണെങ്കിൽ അത് നമ്മുടെ ഒരു റീസൺ അല്ല. ഏത് ട്രീറ്റ്മെന്റിലും ഒരു 1% ഫെയിലിയർ എപ്പോഴും കാണുന്നതാണ്. പിന്നെ ഈ റൂട്ട് കനാൽ ചെയ്ത് ഈ കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കാൻ പാടില്ല, അങ്ങനെയുണ്ടോ? ഒന്നുമില്ല. നമ്മൾ റൂട്ട് കനാൽ ചെയ്തിട്ട് ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഏത് ആഹാര പദാർത്ഥങ്ങളെ കട്ടിയുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അതിനാണ് ക്രൗൺ ഇടണമെന്ന് പറയുന്നത്. ശരി, അതിനു വേണ്ടിയാണ് ആ ക്യാപ്പ് ഇടുന്നത്, ബലമായിട്ട് ഇരിക്കാൻ. കാരണം വെച്ചാൽ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ വേദന പോകും, പക്ഷെ ക്രൗണും കൂടെ ഇട്ടാലേ നമുക്ക് ബലമായിട്ട് ആഹാരം കഴിക്കാൻ പറ്റും. ഡോക്ടർ, പണ്ട് 7ഉം 8ഉം സിറ്റിംഗിലായിരുന്നു റൂട്ട് കനാൽ, ഇന്നിപ്പോ ഒറ്റ സിറ്റിംഗിൽ തന്നെ ഈ ഒരു ഫുൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന അതെന്താണ് മാറ്റം, എന്താണ് ഈ ചികിത്സാ രീതിയിൽ വന്നിട്ടുള്ളത്? ഇപ്പം റൂട്ട് കനാൽ എന്ന് പറയുന്നത് പണ്ട് നമ്മൾ ഒരു 10 കൊല്ലത്തിന് മുമ്പ് എല്ലാം 5ഉം 6ഉം സിറ്റിംഗ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ടെക്നോളജി ഒരുപാട് അഡ്വാൻസ്ഡ് ആയി. പണ്ട് നമ്മൾ വേര് ക്ലീൻ ചെയ്യുന്ന കൈ വെച്ചുള്ള ഇൻസ്ട്രുമെന്റ് വെച്ചാണ് നമ്മൾ വേര് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ റോട്ടറി എൻഡോഡോണ്ടിക്സ് ഇൻസ്ട്രുമെന്റ് വഴി തന്നെ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്റേസ് ഡിജിറ്റൽ ആയി കഴിഞ്ഞു, മൈക്രോസ്കോപ്പ്, എപ്പെക്സ് ലൊക്കേറ്റർ പോലെ മോഡേൺ എക്യുപ്മെന്റ്സ് ഇപ്പം ഡെന്റിസ്ട്രിയിലുണ്ട്. ഡിജിറ്റൽ യുഗമാണ്, അതേപോലെ തന്നെ ഡെന്റിസ്ട്രി ഒരുപാട് ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുവഴിയാണ് നമുക്ക് ഈ റൂട്ട് കനാൽ എല്ലാം 1 or 2 സിറ്റിംഗിൽ തന്നെ, എല്ലാ കേസുകളിലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. സിവിയർ ഇൻഫെക്ഷൻ ഉള്ള കേസുകളിൽ നമ്മൾ 2-3 സിറ്റിംഗിൽ തന്നെയാണ് തീർക്കുന്നത്. പക്ഷെ ഒരു 60% കേസുകളിൽ നമുക്കിപ്പോൾ സിംഗിൾ സിറ്റിംഗിൽ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാം. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ ഹലോ, കേൾക്കാമെങ്കിൽ പേര് പറയാമോ? ആരാണ് വിളിക്കുന്നത്? ശരി, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ, നിങ്ങൾ അവിടെ TV ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി ടിവിയുടെ ശബ്ദം കുറച്ച് സംസാരിക്കൂ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ശരി, നമുക്ക് അതിൽ കോളിൽ പ്രശ്നമുണ്ടെന്ന് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വരാം. ഡോക്ടർ, ഈ ക്യാപ്പ് ഇടുന്നത് നോക്കി, റൂട്ട് കനാലെ നോക്കി, അല്ലാതെ മറ്റ് ദന്തരോഗങ്ങൾ, ക്യാവിറ്റീസിന്റെ പ്രധാന ചികിത്സാ രീതികളാണ്, മറ്റെന്തൊക്കെ രോഗങ്ങളാണ് ഇപ്പോൾ മോണരോഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ? ഇപ്പം ഇതുവരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പല്ലിനെ പറ്റി മാത്രമാണ്, പല്ല് എങ്ങനെ സേവ് ചെയ്യണം. ഇതിന് ചുറ്റുമുള്ള മോണയും എല്ലുമാണ് പല്ലിന്റെ ഫൗണ്ടേഷൻ. എന്ന് വെച്ചാൽ നമ്മുടെ പല്ല് ഇരിക്കണമെന്നുണ്ടെങ്കിൽ മോണയും എല്ലും ഇരുന്നാലേ, നല്ലതായിട്ടിരുന്നാലേ പല്ല് നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് മോണയും എല്ലുമാണ്. ഇപ്പം നമ്മൾ പല പ്രേക്ഷകരും വിളിച്ചു കഴിഞ്ഞാൽ രക്തസ്രാവം വരുന്നു എന്ന് പറഞ്ഞു, മോണയിൽ നിന്ന് വരുന്നത്. അതിൻ്റെ ലക്ഷണമാണ്, മോണോരോഗത്തിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ് ഈ ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എന്താണ് ഇത് വരാനുള്ള റീസൺ? 2 റീസൺ. ഒന്ന് ലോക്കൽ ഫാക്ടർ, നമ്മുടെ ശുചിത്വം ഇല്ലായ്മ, രാവിലെയും രാത്രിയും കറക്റ്റായിട്ട് ബ്രഷ് ചെയ്യാതെ ഇരിക്കുക. ഫ്ലോസിങ്, ഒരുപാട് പേർക്ക് അറിഞ്ഞൂടാത്ത ഒരു കാര്യമാണ് ഡെന്റൽ ഫ്ലോസിങ്. ഇന്ത്യയിൽ നിന്നല്ല, കേരളത്തിലും ആർക്കും മിക്കവരും ചെയ്യാറുമില്ല. ഈ ഫ്ലോസിംഗ് എന്ന് പറയുന്നത് പല്ലിന്റെ ഇട ക്ലീൻ ചെയ്യാനുള്ള നൂല് പോലെ കിട്ടുന്ന സാധനമാണ്. ചിലവരൊന്നും നമ്മളോട് പറയും, ഞാൻ 10 തവണയും 5 തവണയും ബ്രഷ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും എനിക്ക് ക്യാവിറ്റി വരുന്നുണ്ട്. ഇതിന്റെ കാര്യം ഫ്ലോസിംഗ് ഇല്ലാത്തതിൻ്റെയാണ്. ഫ്ലോസിംഗ് എന്ന് പറയുന്നത് പല്ലിന്റെ ഇട ക്ലീൻ ചെയ്യണം. എപ്പം നമ്മൾ നോൺ വെജ് പോലത്തെ ആഹാരം കഴിച്ചാൽ പല്ലിന്റെ ഇടയിൽ കയറിയിരിക്കും, അതുവഴി ക്യാവിറ്റി വരും. നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല, ഈവൻ ഡെന്റിസ്റ്റിന് പോലും അറിയാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് മോണരോഗം പ്രിവെന്റ് ചെയ്യാം. എന്താണ് മോണരോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല്ലിന് ചുറ്റുമുള്ള ഗംസ് ഇൻഫെക്ഷൻ വരികയും അതിൽ ഗ്രാനുലേഷൻ ടിഷ്യൂ വരികയും അതിൽ ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറയുന്ന സെൽസ് ഫോം ചെയ്യും. അത് എല്ലിനെ ദ്രവിപ്പിച്ച് കളയും, ചുറ്റുമുള്ള എല്ലിനെ. ഈ മോണരോഗം പല്ലിലേക്ക് പടർന്ന ക്യാവിറ്റീസിന് കാരണമാവും. അത് വരാം, അതൊരു ചാൻസ്. അത് മോണരോഗം എന്ന് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മോണയുടെ ഇൻഫെക്ഷൻ കാരണം ചുറ്റുമുള്ള എല്ല് നഷ്ടപ്പെടുകയും അത് ഈ കുറെ നാളെയും പല്ല് ആടിപ്പോവുകയും ചെയ്യും.
സിവിയർ കേസുകളിൽ. അങ്ങനെയാണ് പണ്ടത്തെ കാലത്തിലാണ് എല്ലാവരും ഒരു വീട്ടിൽ പോയി അപ്പൂപ്പ അമ്മമാരുടെ എല്ലാം ഒരു ഡെഞ്ചർ സെറ്റ് കാണാറുണ്ട് പണ്ടത്തെ കാലം. ഇത് മോണരോഗം വഴിയാണ് മെയിനായിട്ട് വരുന്നത്. ഇപ്പം നമുക്ക് മോണരോഗം തടയാൻ പറ്റും. യഥാർത്ഥ സമയത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മോണരോഗം നമുക്ക് തീർച്ചയായിട്ടും തടയാം. പക്ഷേ ഡയബറ്റീസ് കാരണം ഇപ്പം ഡയബറ്റീസ് ഹെവി ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് മോണരോഗം വരാം. അത് ഷുഗർ കൺട്രോൾ ചെയ്യാതെ നമുക്ക് അത് തടയാൻ പറ്റത്തില്ല. ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് തന്നെ ഈ ട്രീറ്റ്മെന്റ് വഴി തടയാൻ പറ്റും. ഒരു 6 മാസത്തെ ഒരിക്കൽ ഒരു കുട്ടിക്കാലം മുതൽ റെഗുലർ ക്ലീനിങ് ഡെന്റിസ്റ്റ് വഴി ഉണ്ടെങ്കിൽ മോണരോഗം ഒരു 95% നമുക്ക് തടയാൻ പറ്റും. ശരി, ഒരു കോൾ കൂടിയുണ്ട്. ഹലോ. തീർച്ചയായും. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ബാബുവാണ് പുത്തൻകൈകരയിൽ. ബാബു, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ ബാബു, കേൾക്കാം. സാറേ, എന്റെ മോൾ സൈഡിലുള്ള പല്ലില്ലേ, മുകളിലത്തെ പല്ലിന്റെ അതെ കടഭാഗമേ നീര് വരും, ഇടയ്ക്കിടയ്ക്ക് നീര് വരും. നീര് വന്നാൽ ഒന്നും കടിക്കാനോ ചവയ്ക്കാനോ ഒന്നും പറ്റില്ല. ഓക്കെ, ഡോക്ടറെ കാണിച്ചായിരുന്നോ? ഡോക്ടറെ ഒരു വർഷം ഞാൻ എന്താണ് ഡോക്ടർ പറഞ്ഞത്? പോഡ് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നോ? എന്നോട് ഞാൻ ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോ എന്റെ പല്ല് ഇങ്ങനെ ഹോൾ കൊണ്ടിരുന്നു, അത് അടപ്പിച്ചു. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞു, അപ്പൊ വേറൊരു ദിവസം വരാൻ പറഞ്ഞു. ഓക്കെ, ഇത് നീര് വരാനുള്ള റീസൺ പലതാണ്. ഒന്ന്, പല്ലിൽ വരുന്ന ക്യാവിറ്റി വഴി ഇൻഫെക്ഷൻ വഴി നമുക്ക് നീര് വരാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് വഴി നമുക്കത് സേവ് ചെയ്യാൻ പറ്റുന്നത് നീര് പോവുകയും ചെയ്യും. പിന്നെ മോണരോഗം ഉണ്ടെങ്കിൽ, നമ്മളിപ്പം ഇത്രയും നേരം സംസാരിച്ച ആ കാര്യങ്ങളിലാണ്. മോണരോഗം ഉണ്ടെങ്കിൽ മോണയ്ക്ക് ഇൻഫെക്ഷൻ വഴി വരാം, നീരും വരാം. അപ്പൊ ഇതെന്താണെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പല്ലിനെ സേവ് ചെയ്യാനും പറ്റും, ഈ കാര്യങ്ങൾ മാറ്റാനും പറ്റും. ഡോക്ടർ, നമ്മൾ പല്ലിലെ മറ്റ് രോഗങ്ങൾ, ക്യാവിറ്റീസിനെ കുറിച്ച് സംസാരിച്ചു, അതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് സംസാരിച്ചു, മോണരോഗത്തെ കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ വ്യാപകമായിട്ടുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് പല്ല് പുളിപ്പാണ്. ഈ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ പല്ലിലുണ്ടാകുന്ന പുളിപ്പ്, അതിന്റെ പ്രധാന കാരണം എന്താണ്? സെൻസിറ്റിവിറ്റി അഥവാ പല്ല് പുളിപ്പ് എന്ന് പറയുന്നത് ഒരു രോഗമല്ല, ഒരു രോഗലക്ഷണമാണ്. എപ്പോഴും ഒരു രോഗലക്ഷണമാണ്. ഈ സെൻസിറ്റിവിറ്റി പല കാരണങ്ങളാൽ വരും. ഒന്ന്, ഇപ്പം ഒരു പല്ലിൽ പോട് വന്നാൽ ക്യാവിറ്റി ഡെന്റീനിൽ വന്നു കഴിഞ്ഞാൽ സെൻസിറ്റിവിറ്റി ആയിട്ട് വരും. മോണരോഗം വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മോണയും എല്ലാം പല്ലിൽ നിന്ന് വിട്ട് അതിൻ്റെ റൂട്ട്, പല്ലിൻ്റെ വേര് വെളിയിൽ വരും. ആ വേരിൽ നിന്ന് സെൻസിറ്റിവിറ്റി വരും. മൂന്നാമത്, പലതരം തേയ്മാനങ്ങൾ വഴി നമുക്ക് സെൻസിറ്റിവിറ്റി വരും. എന്ന് വെച്ചാൽ അബ്രേഷൻ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ ഫോൾട്ടി ബ്രഷിംഗ് ടെക്നിക്ക് ബ്രഷ് ചെയ്യണ ടെക്നിക്ക് കറക്റ്റ് എല്ലാവരും ഇങ്ങനെ ഹൊറിസോണ്ടലായി അറിയത്തില്ല ടെക്നിക്ക് എന്താണെന്ന്. ബ്രഷിംഗ് ടെക്നിക്കിൽ വരുന്ന പാളിച്ചകൾ എന്ന് വെച്ചാൽ മോളിൽ നിന്ന് താഴോട്ട് തേക്കുന്നതിന് വരും ഹൊറിസോണ്ടലായിട്ട് തേക്കും. അപ്പോൾ ഇനാമലിൽ വരുന്ന തേയ്മാനം. പിന്നെ ഇറോഷൻ എന്ന് പറയും, അസിഡിറ്റി വഴി വരും. ഇറോഷൻ എന്ന് പറഞ്ഞാൽ ഒലിച്ചു പോവുക, അത് ഇനാമൽ ഒലിച്ചു പോവുക. അത് 2 രീതിയിൽ വരും. നമ്മുടെ വഴി വരുന്നതെന്ന് വെച്ചാൽ ഫുഡ് ഹാബിറ്റ്സ്, നാരങ്ങ വെള്ളം, ഓറഞ്ച് ജ്യൂസ്, എയറേറ്റഡ് ഈ പെപ്സി കോള പോലത്തെ ഒരുപാട് അമിതമായി യൂസ് ചെയ്യും. അങ്ങനെയുള്ളവർക്ക് ഈ ഇനാമലിനെ ഇറോഡ് ചെയ്യുകയും ഡെന്റിൻ എക്സ്പോസ് ചെയ്യുമ്പോൾ അതുവഴി സെൻസിറ്റിവിറ്റി വരും. പിന്നെ അസിഡിറ്റി ഉള്ളവർക്ക്, ആമാശയ രോഗങ്ങളുള്ളവർക്ക് അസിഡിറ്റി തികട്ടി വായിലോട്ട് വരികയും അതുവഴി സെൻസിറ്റിവിറ്റി വരും. അപ്പം പല കാരണങ്ങളാലാണ് ഈ പല്ല് പുളിപ്പെന്ന് പറയുന്നത്. എല്ലാവരും എന്താണ് ചെയ്യുന്നത്, പല്ല് പുളിപ്പെന്ന് പറയുമ്പോൾ ഒരു സെൻസിറ്റിവിറ്റി ടൂത്ത് പേസ്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് തുടങ്ങും. ഒരിക്കലും പാടില്ല. ഞാൻ അതാണ് പറയുന്നത്, രോഗലക്ഷണമാണ്. എന്താണ് രോഗം, അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുക, അതുവഴി സെൻസിറ്റിവിറ്റി പോവും. പിന്നെ തീർച്ചയായിട്ടും ഏജ് ആകുമ്പോൾ ഒരു പല്ലിന് ഒരു സാധാരണ രീതിയിലുള്ള ഒരു തേയ്മാനം വരും. ആ സമയത്ത് ഈ ടൂത്ത് പേസ്റ്റ് എല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യും. അല്ലാതെ സെൻസിറ്റിവിറ്റി ടൂത്ത് പേസ്റ്റ് അമിതമായി ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. എല്ലാവരും ചെയ്യുന്നത് ഇതാണ്. പക്ഷേ ഈ 2 നേരം പല്ല് തേക്കണം എന്ന് പറയുന്നവരും അത് പാടില്ല എന്ന് പറയുന്നവരുണ്ട്. ശരിക്കും അത് അത്യാവശ്യമാണ്. രാവിലെയും രാത്രിയും തീർച്ചയായിട്ടും നമ്മൾ പല്ല് തേച്ചിരിക്കണം. എന്തിനാണ് നമ്മൾ രാവിലെ തേക്കുന്നതിനെക്കാട്ടി ഇമ്പോർട്ടൻസ് ആണ് രാത്രി തേക്കുന്നത്. കാര്യം കഴിച്ചതിന് ശേഷം നമ്മൾ ഉറങ്ങുകയാണ്. ഉറങ്ങുമ്പോൾ നമുക്ക് ആക്ടിവിറ്റീസ് വായിലൊന്നുമില്ല. ബാക്ടീരിയ ആക്ട് ചെയ്യാനും എല്ലാം ചാൻസ് കൂടുതൽ അതിനാണ്. ബ്രഷിംഗ് മാത്രം ചെയ്താൽ പോരാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലോസിംഗ്, പല്ലിന്റെ ഇടയിലുള്ള ക്ലീനിങ്ങും രാത്രി ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട്. ഡോക്ടർ, ഈ ഇനാമലിന്റെ അളവ് കൂടുമ്പോഴാണോ പല്ലിന് മഞ്ഞ കളർ വരുന്ന ഒരു? ഈ ഇനാമലിന്റെ അളവ് കൂടുമ്പോഴാണ് പല്ലിന്റെ കുറേയും കൂടെ വൈറ്റ് ആയിട്ട് തോന്നുന്നത്. അങ്ങനെയാണ്. ഇപ്പം പല്ലിന്റെ തിക്നെസ്, ഇപ്പൊ ഇനാമൽ കൂടുതലുള്ളവർക്ക് ഭയങ്കര വൈറ്റ് ആയിട്ട് തോന്നും. അത് മാത്രമല്ല നമ്മുടെ കളറിനനുസരിച്ച്, ഇപ്പം ബ്ലാക്ക് ആയിട്ടുള്ളവർക്കാണെങ്കിൽ നമുക്ക് വൈറ്റ് എടുത്ത് കാണിക്കും. ഇപ്പം ഇന്ത്യൻസിനെല്ലാം കുറേയും കൂടെ യെല്ലോയിഷ് ടീത്തായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം എല്ലാവരും ഒരു മീഡിയോക്കർ കളറായതുകൊണ്ട് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പം പല്ലിന്റെ കളർ നിശ്ചയിക്കുന്ന പറയുന്നത് ഇതാണ്. പിന്നെ ഇനാമലിന്റെ തിക്നെസ്, ഈ തേയ്മാനം, ഏജിങ് വരുമ്പോൾ പല്ല് മഞ്ഞയായിട്ട് വരും. അത് കാരണം നമ്മുടെ ബ്രഷിംഗ് വരുമ്പോൾ ഇനാമൽ കുറെ ഇറോഡ് ചെയ്ത് പോയും അകത്തുള്ള ഡെന്റീൻ വെളിയിൽ വരുമ്പോഴാണ് ഈ മഞ്ഞിച്ച് കാണുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ടീ, കോഫി, ഗ്രീൻ ടീ, ടൊബാക്കോ ച്യൂവിങ്, സ്മോക്കിംഗ്, ഇതെല്ലാം കൂടെ കാരണമാണ് ഒരു പല്ലിന്റെ കളറിന്റെ ഡിസ്കളറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ് കാരണമെന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ച്. ശരി, ഒരു കോൾ കൂടിയുണ്ട്. ഹലോ
ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്നത്? നാസറാണ് ഭീമാപള്ളിയിൽ നിന്ന്. ശരി, നാസർ ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ നാസർ, കേൾക്കാം. ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ഈ പല്ല് എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്? നമ്മൾ കൃത്യമായ ഒരു രീതിയിലൂടെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? അതെ, ഇത് നല്ലൊരു ചോദ്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മാതാപിതാക്കളാണ് ആദ്യം ഒരു കൗൺസിലിംഗ്, ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഒരു ഡെന്റൽ കൗൺസിലിംഗ് ആവശ്യമാണ്. വെളിയിലുള്ള രാജ്യങ്ങളിലാണ് ഡെന്റൽ കൗൺസിലിംഗ് ഉണ്ട്. കുട്ടി ജനിക്കുന്നതിന് മുമ്പേ എങ്ങനെയാണ് നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത്, ഏത് തരം പേസ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്, ഇതെല്ലാം തുടക്കം തന്നെ തുടങ്ങേണ്ടത്. അപ്പം ഒരു കുട്ടിയെ നമ്മൾ അതിനനുസരിച്ച് ഗൈഡ് ചെയ്യും, അവരത് ഫോളോ ചെയ്യുകയും ചെയ്യും. ഇപ്പം ദിവ്യ പറഞ്ഞ പോലെ രാവിലെയും രാത്രിയും ബ്രഷിങ് കറക്റ്റായിട്ട് ചെയ്യുക, പല്ലിൻ്റെ ഇടയിലുള്ള ആഹാര പദാർത്ഥങ്ങളും പ്ലാക്കും മാറ്റാനായിട്ട് റെഗുലറായിട്ട് ഫ്ലോസ് ചെയ്യുക, ഇതെല്ലാം ചെയ്യുവാണ്. പിന്നെ 6 മാസത്തെ ഒരിക്കൽ ക്ലീനിങ് ചെയ്യുന്നത് വഴി നമുക്ക് മോണരോഗം പ്രിവെന്റ് ചെയ്യാം. ഇതേപോലെ എല്ലാം ഒരുവിധം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. ഒരു ഡെന്റിസ്റ്റിനെ, അടുത്തുള്ളൊരു ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് എന്തെല്ലാമാണ്, ഇങ്ങനെയെല്ലാം ബ്രഷ് ചെയ്യണം, എങ്ങനെയാണ് ഫ്ലോസ് ചെയ്യണം, എങ്ങനെയാണ് മോണരോഗം അവോയ്ഡ് ചെയ്യാൻ, 6 മന്ത്സിലുള്ള ക്ലീനിങ്, ഇതെല്ലാം ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ദന്തരോഗങ്ങൾ നമുക്ക് നിർത്താൻ പറ്റും. ശരി ഡോക്ടർ, ഒരു കോൾ കൂടി. ഹലോ ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഷാനു. ശരി, ഷാനി ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ ഷാനി, കേൾക്കാം. ഡോക്ടർ, എന്റെ ഫ്രണ്ടിലെ പല്ല്, ടോപ്പിലെ ലെഫ്റ്റിലെ പല്ല് ഇടയ്ക്കൊന്ന് തട്ടിയിട്ട് ഒരു 1 ഇയർ ഒക്കെ കഴിഞ്ഞിട്ടാണ് റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഓക്കെ. ഇപ്പൊ ക്യാപ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ അതിനൊരു ഭയങ്കര ബ്ലാക്കിഷ് കളറായി. പിന്നെ ഇടയ്ക്ക് അതിന് വേദനയും കൂടെ വരുന്നുണ്ടായിരുന്നു. ഇതിലെ 2 കാര്യങ്ങളാണ്. വേദന ഉണ്ടെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എങ്ങനെയുണ്ട് ചെയ്തിരിക്കുന്നത് ഒന്നും കൂടെ ചെക്ക് ചെയ്യുക. റൂട്ട് കനാൽ യൂഷ്വലി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പെയിൻ വരാൻ പാടില്ല. അത് ഒരു ഡോക്ടറെ കാണിച്ച് എക്സ്റേ നോക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യും. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത് ആ കളർ മാറുന്ന കാര്യം. ഇപ്പൊ ക്രൗൺ ഫ്രണ്ട് പല്ലില് ഇതിലൊരു കാര്യമാണ്. നമ്മളെ ഫ്രണ്ട് പല്ലിലെ ക്രൗൺ എന്ന് പറയുന്നത് 2 രീതിയിലുള്ള ക്രൗൺ ആണ് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ട്. പണ്ടെന്ന് പറയുന്നത് മെറ്റൽ സെറാമിക്, അകത്ത് മെറ്റലും വെളിയിൽ സെറാമിക്കും ഉള്ള ക്രൗൺ. അത് നാച്ചുറൽ ലുക്ക് ഒരിക്കലും കിട്ടത്തില്ല. കാരണം അതിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്യാതെ ഇരിക്കുകയും അതുവഴി നമുക്ക് നാച്ചുറൽ ആയിട്ട് ഒരിക്കലും കിട്ടത്തില്ല. പക്ഷെ ഇപ്പോഴത്തെ ഉള്ള പുതിയ തരം ക്രൗൺസ് ഉണ്ട്, സിർക്കോണിയ ക്രൗൺസ് എന്ന് പറയും. ഫ്രണ്ടിലത്തെ പല്ല് ചെയ്യുമ്പം സിർക്കോണിയ ക്രൗൺസ് ഇടുകയാണെങ്കിൽ നാച്ചുറൽ ലുക്ക് കൂടുതലായിട്ട് കിട്ടും. ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും സിർക്കോണിയ ക്രൗൺസ് വേണം ഫ്രണ്ടിലുള്ള പല്ലുകൾ സെലക്ട് ചെയ്യാൻ, അതുവഴി നമുക്ക് നാച്ചുറൽ ലുക്ക് കിട്ടും. അതിന് കളർ മാറാനുള്ള സാധ്യത ഇല്ല. കാരണം ഇതിനൊരു കാര്യം വെച്ചാൽ അകത്തുള്ള കളർ അനുസരിച്ചായിരിക്കും ഇത് റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത്. ചിലത് ഈ മെറ്റൽ സെറാമിക് അല്ല, 2 തരം ക്രൗൺ ഉണ്ട്. പണ്ട് നമ്മളൊരു 15 കൊല്ലം മുമ്പേ ഈ മെറ്റൽ സെറാമിക് എന്ന് പറഞ്ഞ ക്രൗണേ അവൈലബിൾ ആവുള്ളൂ. ഇപ്പം കാറ്റ് ക്യാം യുഗമാണ്, സിർക്കോണിയ ക്രൗൺസ് വന്നു. നമ്മുടെ നാച്ചുറൽ ടൂത്തിനെ കാട്ടി ഭംഗിയുള്ള ക്രൗൺസ് ആണ് ഇപ്പൊ അവൈലബിൾ. ശരി ഡോക്ടർ, ഈ റൂട്ട് കനാൽ ചെയ്യുന്നു, ക്യാപ്പ് ചെയ്യുന്നു, അങ്ങനെ ചെയ്ത രോഗികൾ പിന്നീടുള്ള ദിവസങ്ങളിൽ എത്രത്തോളം ദന്ത സംരക്ഷണം ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ്? നമ്മൾ ഏത് പല്ല് ശ്രദ്ധിക്കേണ്ടതുപോലെ തന്നെയാണ് ഈ റൂട്ട് കനാലും ക്രൗൺ ചെയ്ത പല്ലും ശ്രദ്ധിക്കേണ്ടത്. അതിനുവേണ്ടി ഒരു പ്രത്യേക സംരക്ഷണമൊന്നുമില്ല. എങ്ങനെ നാച്ചുറൽ ടൂത്തും അതേപോലെ സംരക്ഷിച്ചാൽ മതി. ശരി ഡോക്ടർ, ഈ വീഴുമ്പോ പല്ല് പൊട്ടിപ്പോവാ, ചെറിയ രീതിയിൽ പൊട്ടിപ്പോകും. ഇപ്പൊ ഈ പ്രശ്നം പറഞ്ഞ പോലെ തന്നെ പല്ല് പൊട്ടി റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വന്നു. ഇപ്പം പല്ല് പൊട്ടുന്നതിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചായിരിക്കും നമ്മളൊരു ട്രീറ്റ്മെന്റ് ഡിസൈഡ്. ഇപ്പം ഒരു തട്ട് കിട്ടുമെന്ന് വെച്ചാൽ ഒരു ബ്ലോ ആണ്. ഈ ബ്ലോയിൽ എത്രത്തോളം ഇന്റൻസിറ്റി അനുസരിച്ചിരിക്കും നമ്മളെ ട്രീറ്റ്മെന്റ്. ഇപ്പൊ ചെറിയ പൊട്ടലാണെങ്കിൽ നമ്മളെ ഇനാമിൽ അതിനു മുമ്പേ പല്ല് ഡെഡ് ആയോ ഇല്ല എന്നുള്ള നമ്മൾ ചെക്ക് ചെയ്യും. ഡെഡ് ആണെങ്കിൽ നേരെ നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിലോട്ട്. ഈ ബ്ലോ കിട്ടുമ്പോൾ അകത്തുള്ള പൾപ്പ് വൈറ്റാലിറ്റി പോകും. അങ്ങനെ ആകുമ്പോൾ റൂട്ട് കനാലിലോട്ട് പോകേണ്ടത്. അല്ലാതെ പല്ല് വൈറ്റലാണെങ്കിൽ എത്രത്തോളം പൊട്ടൽ അനുസരിച്ചിരിക്കും, അതിനനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഡിസൈൻ. ഇപ്പൊ ചെറിയ പൊട്ടൽ ഇനാമലിൽ മാത്രം ഉണ്ടെങ്കിൽ, ഇനാമലിലും ഡെന്റിനും മാത്രം ഉണ്ടെങ്കിൽ സെറാമിക് ഫില്ലിങ്സ് ഉണ്ട്, അതുവഴി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. വലിയ പൊട്ടലാണെങ്കിൽ നമ്മൾ ക്രൗൺ അഥവാ ക്യാപ്പ് എന്ന് പറഞ്ഞ് ട്രീറ്റ്മെന്റ്. അത് നമ്മുടെ ആ സർഫസിൽ അനുസരിച്ചിരിക്കും. ചിലവർക്ക് തള്ളലുണ്ടെങ്കിൽ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യത്തില്ല. നോർമലി ഒരു സെറാമിക് ഫില്ലിംഗ് നമ്മൾ ഫ്രണ്ട് പല്ലിൽ ചെയ്ത ഒരു 20 കൊല്ലം 15 കൊല്ലം സുഖമായിട്ട് പോകും. ഡോക്ടർ, ഇപ്പോൾ പ്രേക്ഷകരുടെ ഏറ്റവും വലിയ സംശയമാണ്, ഇപ്പോൾ ഒരുപാട് രീതികൾ, ചികിത്സാ രീതികൾ, ആധുനിക ചികിത്സാ രീതികൾ പറഞ്ഞു, ഇതെല്ലാം വളരെ ചെലവേറിയതാണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഇപ്പം നമുക്ക് ഇപ്പോഴത്തെ കാറ്റ് ക്യാം ടെക്നോളജിയിലെല്ലാം കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. ഡിജിറ്റൽ ടെക്നോളജിയിൽ അത് ഓരോരുത്തരുടെ ഇതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റിലോട്ട് പോവുക. പക്ഷെ നമ്മൾ ബേസിക്കലി നമ്മുടെ ഉള്ള പല്ല് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സെക്കൻഡ് കാര്യം ഭംഗിക്ക് കൊടുക്കുക. അതിനാണ് നമുക്ക് അമിത ചെലവായിട്ട് വരുന്നത്. അത് ക്രൗൺസ് സെലക്ട് ചെയ്യണോ, ക്യാപ്പ് എല്ലാം സിർക്കോണിയം ക്രൗൺസ് എല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഡോക്ടർ, ഈ വരിയും നിരയൊക്കെ തെറ്റിയ പല്ലുകളൊക്കെ ഒരുമിച്ചാക്കുന്ന ചികിത്സ, അതിന് ആ ചികിത്സാ രീതികൾ എങ്ങനെയാണ്? ഇപ്പം നിര തെറ്റിയ പല്ലുകളെന്ന് വേണം അതിനെ പറയാനായിട്ട്. അതിന് നമുക്ക് ഡെന്റിസ്ട്രി തന്നെ ഓർത്തോഡോണ്ടിസ്റ്റ് എന്ന് പറയുന്ന വിഭാഗമുണ്ട്. അത് നമ്മൾ ബ്രേസസ് ഇട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു 12-13 വയസ്സാകുമ്പോൾ തന്നെ പാൽപ്പല്ലെല്ലാം പോയി പെർമനന്റ് ടൂത്ത് കിളിക്കും.
ആ സമയത്ത് നമുക്ക് തള്ളൽ എത്രത്തോളം ഇന്റൻസിറ്റി അനുസരിച്ചിരിക്കും നമ്മൾ ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പൊ പല്ലിന്റെ ഇടയിൽ ഗ്യാപ്പും അങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് പല്ലെടുക്കാതെ തന്നെ ബ്രേസസ് ഇട്ട് കറക്റ്റ് ചെയ്യാം. ഒരുപാട് തള്ളി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല്ലെടുത്തതിന് ശേഷം ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. പല്ലെടുക്കണേ നമ്മൾ മനഃപൂർവ്വമായിട്ടല്ല പല്ലെടുക്കുന്നത്, പല്ലെടുത്താലേ ഇത് ഉള്ളിലോട്ട് പോകത്തുള്ളൂ. അപ്പൊ അത് നമ്മളൊരു സ്റ്റഡി എല്ലാം ചെയ്തിട്ടാണ് ആ ട്രീറ്റ്മെന്റ് എടുക്കണോ വേണ്ടിയെന്നുള്ള തീരുമാനിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഒരാളെ കാണാതെ നമുക്ക് പല്ലെടുക്കണോ വേണ്ടിയെന്നുള്ളതൊന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല. ശരി ഡോക്ടർ, ഈ രോഗങ്ങളെല്ലാം വരുന്നതിലും നല്ലത് നമുക്ക് അത് വരാതെ ഇരിക്കുന്നത് തന്നെയായിരിക്കും, ഇത്രയും ചെലവേറിയ ട്രീറ്റ്മെന്റിലേക്ക് പോകാതെ. അപ്പോൾ ദന്ത സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഏത് രീതിയിൽ നമ്മൾ അത് സംരക്ഷിക്കും? ഒരു പ്രിവെൻഷനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ തുടക്കം നമ്മുടെ ഒരു മാതാപിതാക്കളുടെ ഡെന്റൽ കൗൺസിലിംഗ്, കുട്ടി ജനിക്കണേന് അത് അവർ വേണം കുട്ടിയെ ഗൈഡ് ചെയ്യാൻ, അങ്ങനെ വേണം ഇത് പോകാനായിട്ട്. പിന്നെ 6 മാസത്തെ ഒരിക്കൽ ഒരു ഡെന്റിസ്റ്റിനെ കാണുക. ചെറിയ പോടുകൾ നമ്മൾ നേരത്തെ സംസാരിച്ച ചെറിയ തുടക്കത്തിൽ തന്നെ അടയ്ക്കുക, അതുവഴി നമുക്ക് റൂട്ട് കനാൽ അവോയ്ഡ് ചെയ്യാം. മോണരോഗം നമുക്ക് അവോയ്ഡ് ചെയ്യാം. 6 മാസത്തെ ഒരിക്കൽ റെഗുലറായിട്ട് ക്ലീൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് മോണരോഗം അവോയ്ഡ് ചെയ്യാം. പല്ലിന്റെ ഇടയിലുള്ള അഴുക്കുകൾ മാറ്റാൻ ഫ്ലോസ് ഉപയോഗിക്കുക. ഫ്ലോസ് എങ്ങനെയെന്ന് ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും. അപ്പോൾ അതിനിടയിലുള്ള ക്യാവിറ്റി അവോയ്ഡ് ചെയ്യാം, അതിനിടയിലുള്ള മോണരോഗവും നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, ഈ ജങ്ക് ഫുഡ്സും അങ്ങനത്തെ എല്ലാം അവോയ്ഡ് ചെയ്ത് ഫൈബ്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളും പ്രോട്ടീൻ ആയിട്ടുള്ള കുട്ടികളുടെ കഴിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ദന്തരോഗങ്ങൾ തീർച്ചയായും. വളരെയധികം ഡോക്ടർ, നമുക്ക് സമയപരിമിതിയുണ്ട്. ഇനിയും ഒട്ടേറെ ചികിത്സാ രീതികളെ കുറിച്ചും രോഗങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കാണ്ട്, പക്ഷേ ഇന്നത്തെ ഡോക്ടർ ക്യൂ ഇവിടെ പൂർണ്ണമാവുകയാണ്. വളരെയധികം നന്ദി ഡോക്ടർ നമ്മുടെ അതിഥിയായി എത്തിയതിന്. നമുക്ക് മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും ഡോക്ടർ ക്യൂവിൽ നാളെ കാണാം. നമസ്കാരം.